കേസിൽ നമ്മുടെ പയ്യൻ വന്നിട്ടുണ്ട് ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ചൊക്കെ പാസ്സായിട്ട്. അപ്പം ഇവൻ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായിട്ട് ആദ്യം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഞാനെന്ന് പറഞ്ഞത് ആദ്യം ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്ന ആൾക്ക് എൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പം അതിനുവേണ്ടി അത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വന്നിട്ട് ചെറുക്കുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം. മോനെ മോനുള്ള ഗിഫ്റ്റ് ഇഷ്ടായോ? എന്തായാലും എനിക്കൊരു സന്തോഷമില്ലാത്ത എന്ത് നാണാ എന്തായാലും എല്ലാരും സന്തോഷമുണ്ട്. ചിലർക്ക് മടി ഉണ്ടാവും, കാണില്ല. ചിലപ്പോൾ അന്ന് കാണാണ്ട് റെക്കോർഡിങ് കാണാൻ പക്ഷെ കാണില്ല. കാരണം എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിന്ന് പഠിച്ച് നമുക്ക് അപ്പോൾ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ വെറുത്ത് ഓൺലൈൻ പറ്റില്ല, എല്ലാവർക്കും പറ്റില്ല, പറ്റുന്നവർക്ക് പറ്റും. പക്ഷേ ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്ക് എല്ലാ ഡൗട്ടും അവിടെ തന്നെ ക്ലിയർ ചെയ്ത് പഠിച്ച് ഇത്തിരി നല്ലൊരു നദികാകാൻ പറ്റും. ഇത് എങ്ങനെയാണ് ട്രേഡിങ്ങിലോട്ട് വരുന്നത്? ഞാൻ ഓൾറെഡി ഒരു താഴ്ന്ന ലെവലിൽ സെറ്റപ്പാണ്, വീടൊക്കെ ഇല്ല. അപ്പോൾ രക്ഷപ്പെടണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ട്. അപ്പോൾ അന്നോട്ട് ഇങ്ങനെ കാശ് കിട്ടാന്ന് ഇങ്ങനെ നല്ല രക്ഷപ്പെടാൻ സെറ്റപ്പിലേക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സെറ്റപ്പാണ്. യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നോക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടി തന്നെ MLM ആയിരുന്നു. അല്ല, തേംസ് വേ. ഫസ്റ്റ് സ്മാർട്ട് വേ ആയിരുന്നു, അത് കഴിഞ്ഞ് സ്മാർട്ട് വേ ആൾക്കാരായിരുന്നു. അതെ. അപ്പൊ അതായത് എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്ത കസിൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് പോയിട്ടുണ്ടായിരുന്നു കറക്റ്റ് 18 വയസ്സിൽ. അപ്പൊ ഞാൻ അന്ന് അത് പറഞ്ഞ മോട്ടിവേഷൻ കേട്ടപ്പോ ഭയങ്കര കാശ് കിട്ടും, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു 7,000 ആളെ കേട്ടിട്ടുണ്ടായിരുന്നു അങ്കമാലില്. എന്നിട്ട് അപ്പൊ അത് പോയിരുന്നു. അത് കണ്ട് എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ അത് പക്ഷെ ആ പ്രായം അന്നത്തെ ഇതിനകത്ത് എനിക്ക് ഫുള്ള് പറ്റില്ല. പക്ഷെ അന്നോട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ഉണ്ട്, വഴികളുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കും. അങ്ങനെ സ്മാർട്ട് വേയുടെ പിന്നാലെ പോയി സ്മാർട്ട് വേന്ന് കുറേ നോക്കി, പക്ഷെ നടന്നില്ല. ഞാൻ ക്വിറ്റ് ചെയ്തു. അത് വീണ്ടും ഒരു 20-21 ആയപ്പോൾ എൻ്റെ ഇടയിൽ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബിൽ ഗെയിം PUBG PES ഒക്കെ ലൈവ് ഇടും. പിന്നെ അല്ലാണ്ട് എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ഓരോ സെറ്റപ്പ് ഇടാറുണ്ട്. അത് കഴിഞ്ഞ് 20-21 ആയപ്പോ തേംസ് കിട്ടി. അപ്പൊ ഓൾറെഡി കഴിഞ്ഞിട്ട് നേരെ ഈ പരിപാടികൾ കോളേജിൽ പോയില്ല? ഇല്ലില്ല, കോളേജ് അത് വീട് ഒന്നാമത്തെ പുറമ്പോക്കിൽ കിടക്കണേ. അപ്പൊ അതിന് വീടില്ല. പിന്നെ അച്ഛൻ ആള് 19-20 മരിച്ചു. ആള് കുറെ കുടിച്ച് നശിപ്പിച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ വീട്ടുപണിക്ക് പോയിട്ടിരുന്നത്. അപ്പൊ എനിക്ക് ചേച്ചിയുണ്ട്, ഫുൾ പ്രശ്നമാണ് വീട്ടില്. ആ സമയത്ത് ഇപ്പൊ എനിക്ക് പോയിട്ട് പഠിക്കാൻ പോകാൻ പറ്റിയില്ല. സിറ്റുവേഷൻ കുറെ മോശമായിരുന്നു. അപ്പൊ ഞാൻ നേരെ പഠിപ്പ് എന്നിട്ട് വേറെ രക്ഷപ്പെടുന്ന ഇതാണ് കൂടുതൽ ആ സമയത്ത് മൈൻഡ് വന്നത്. അപ്പൊ എല്ലാവരും പഠിക്കാൻ പോണ്. പിന്നെ പഠിക്കാൻ ഞാൻ ഭയങ്കര പുറകോട്ടായിരുന്നു. എനിക്ക് താല്പര്യമില്ലാത്ത പരിപാടി പഠിക്കാം. അന്നോട്ട് കാശിനാണ് മൈൻഡായിരുന്നു. ഇപ്പൊ 21-29 ഒക്കെ ആയപ്പോഴേക്കും കൊറോണ സമയമാണ്. കൊറോണ കഴിഞ്ഞ സമയത്തൊക്കെ 20-21 ഇടയിൽ തേംസ് കിട്ടി. അപ്പൊ അന്ന് കൂട്ടുകാരൻ വേണ്ട. അപ്പൊ തേംസ് ഓൾറെഡി സ്മാർട്ട് വേയിൽ വെറുതെ നിന്ന് കുറെ പോയി നടന്നപ്പോ എനിക്ക് തോന്നി തേംസ് ചെയ്താൽ രക്ഷപ്പെടും എന്നുള്ളത്. ഞാൻ കുറെ പേരെ ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ ജോയിൻ ചെയ്ത് അങ്ങനെ തന്നെ കുറെ പേര് ഒരു 10-20 പേരെ അണ്ടറിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ചെയ്ത് ലാസ്റ്റ് കൂട്ടുകാരൊക്കെ വെറുത്ത് തല്ലായി. ലാസ്റ്റ് സെറ്റപ്പ് പോലെ മിണ്ടാണ്ടൊക്കെ ആയി കുറെ. അപ്പൊ അപ്പോഴും എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അന്ന് അതിന് മുന്നും അപ്പോഴൊക്കെ ട്രേഡ് ചെയ്യുന്ന സാധനം കേൾക്കുന്നുണ്ട് യൂട്യൂബ് വഴി. പക്ഷെ എന്താ ട്രേഡ് എന്ന് അറിയില്ല. ഓൾറെഡി സ്മാർട്ട് വേ ചെയ്ത് തേംസ് ചെയ്ത് ഇപ്പൊ നമുക്ക് തോന്നുന്നത് കാശ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കൂടായ്പായിരിക്കും എന്നുള്ള തോന്നലായിരുന്നു അന്ന് ട്രേഡ് ചെയ്യുന്ന ചോദിക്കുന്നത്. കാരണം യൂട്യൂബിൽ എങ്ങനെ കാശ് ഉണ്ടാക്കാന്ന് ആണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പരസ്യമായിട്ട് തന്നെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അന്ന് ഈ ട്രേഡ് എന്ന സാധനം സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് കേൾക്കണേ. അന്ന് ഞാൻ നോക്കണം. പക്ഷെ എന്താ നോക്കില്ല, വിട്ടുകളഞ്ഞു. പിന്നെ ഒരു 22 ആയപ്പോൾ കറക്റ്റ് ഇങ്ങനെയാണ് പറ്റും. കുറെ പേര് ഇട്ടു, നല്ലൊരു ഇതാണെന്ന് മനസ്സിലായി. അപ്പൊ അന്ന് വെറുതെ ചെറിയ വീഡിയോ, ഒരു ദിവസം ഒരു വീഡിയോ കാണാം, അല്ലെ ആഴ്ചയിൽ ഒരു വീഡിയോ കാണും, അതിന് കാണും. പക്ഷെ ഒന്നും മനസ്സിലാവില്ല, വെറുതെ കാണാം. അന്നാണെങ്കിൽ പിന്നെ തീരെ ആൾക്കാർ ഇല്ല ഇടാനായിട്ട്. മലയാളീസ് ആരും കറക്റ്റായിട്ട് ഇല്ല. പിന്നെ വേറെ ആൾക്കാരൊക്കെയാണ് ഇടുന്നത്. അത് നമുക്ക് മനസ്സിലാവില്ല, ഹിന്ദിക്കാരൊക്കെയാണ്. വിട്ടുകാലം ലാസ്റ്റ് 22-23 ഇടയിലേക്ക് ആയപ്പോഴേക്കും നോക്കണം എന്നുള്ള ഇതൊക്കെ ആയി. പിന്നെ ഞാൻ തന്നെ ഓരോ സെർച്ച് ചെയ്ത് കണ്ട് വീഡിയോ കണ്ട് പഠിച്ച് ഓരോ ചെയ്ത് ട്രേഡ് തുടങ്ങി. ഇന്ത്യ മാർക്കറ്റ് വെറും 5,000 വെച്ച് ട്രേഡ് ചെയ്ത് ഒരു
300, 400, 500 ഒക്കെ വെച്ച് കളയും ഉണ്ടാക്കും. ആ സെറ്റപ്പായിരുന്നു. ഒന്നും അറിയില്ല സ്റ്റാർട്ടിങ്ങിന്റെ സമയത്തായിരുന്നു. ഓപ്ഷൻ ആണോ അതോ? അല്ലല്ല, സ്റ്റോക്ക് തന്നെയായിരുന്നു. സ്റ്റോക്കിൽ ചെറിയ സ്റ്റോക്കിലൊക്കെ വെച്ചിട്ട് അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്തു. പിന്നെയാണ് അറിയണേ ഫോറക്സ് എന്ന സംഭവം ഉണ്ട്. അതിൽ ഇത്രയും ലിവറേജ് ഇതൊക്കെ ഞാൻ കേട്ട് പഠിച്ച് ഫുൾ ഇതായിട്ട് ഇതിനെ കുറിച്ച് ചകഞ്ഞ് കണ്ട് ഫോറക്സ് ഞാൻ ഫുൾ പഠിച്ചു. ബേസിക് എല്ലാം പഠിച്ചു. യൂട്യൂബും അതും ഇതൊക്കെ. പിന്നെ ചെറിയ ഇപ്പൊ ചെറിയ രൂപയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫോറക്സ് ചെയ്തു. ഫസ്റ്റ് ദിവസം തന്നെ $50 ഇട്ടു. ആഴ്ചയിൽ തന്നെ ഞാൻ 1 മിനിറ്റ് കൊണ്ട് $10 ഉണ്ടാക്കി. എനിക്ക് അറിയില്ല അതെന്താ സെറ്റപ്പ് എന്ന്. 0.1 ഇട്ടിട്ട് ഒരു സ്വിപ്പ് വന്നിപ്പോയി ആ സാധനം പ്രോഫിറ്റ് ഗോൾഡില്. അന്ന് യൂട്യൂബായിട്ട് ഗോൾഡിലാണ് ട്രേഡ് എടുത്തത്. സാധനം അപ്പൊ എനിക്ക് ഇത് അടിപൊളി പരിപാടിയാണ്. അപ്പൊ ഓൾറെഡി ഞാൻ ക്യാമറയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ സ്വിഗ്ഗി, സൊമാറ്റോ ഓടാറുണ്ട്. അങ്ങനെ ഫുൾ വർക്കിന്റെ ഇടയിൽ അതിൽ നിന്നായിരുന്നു എല്ലാം കൂടി. വീട്ടിൽ അതിൽ തന്നെയായിരുന്നു. അമ്മ പോയിരുന്നു, പക്ഷെ അമ്മയ്ക്ക് കുറെ വയ്യായോണ്ട് ഞാൻ അങ്ങോട്ട് പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യം ചെയ്തത്. പിന്നെ ഇടയിലാണ് ഈ സാധനം ചെയ്യണത്. ഇത് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് എന്താവും ഇതും ചെയ്താൽ റിസ്ക് ആവുന്ന വെച്ചാൽ ഞാൻ കൂടുതൽ പഠിക്കാൻ അമ്മ മെയിൻ സാധനം. അപ്പൊ അങ്ങനെ ചെയ്ത് ഫസ്റ്റ് സാഹചര്യം കിട്ടി. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാന്ന് തോന്നി. പിന്നെ അങ്ങോട്ട് ചെയ്തു തുടങ്ങി. കുഴപ്പമില്ല. അന്നാണെങ്കിൽ എസ് വെക്കില്ല, TP വെക്കില്ല. മാർക്കറ്റ് നമുക്ക് പിന്നെ എപ്പോഴും പോസിറ്റീവ് ആക്കി തരാറ്. ഗോൾഡാണ് അന്ന്. ഇതുപോലെ ഇപ്പൊ വലിയ വേരിയേഷനും വരില്ല. ഡെയിലി 10, 15, 20, 25 കൂടി പോയാൽ അതിലുള്ള ഗോൾഡൊക്കെ തരാറ്. അത് കഴിഞ്ഞ് ഡിസംബർ ആയപ്പോഴേക്കും അടിപൊളി ഒരു 48,000 എടുത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് ഒരു കണക്ഷൻ ബേസിൽ എൻ്റെ ലോൺ എടുത്ത്, ആപ്പ് ലോൺ എടുത്ത് ഇട്ട് ട്രേഡ് ചെയ്ത്. അതന്നെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ട്രേഡ് ഇട്ട് ഞങ്ങൾ തമ്മിൽ. അത് ശരിക്കും പറഞ്ഞാൽ അവന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ രീതിയിലാണ് ഞാൻ ചെയ്തത്. അല്ല അപ്പൊ അങ്ങനെ ചെയ്ത് ഇട്ടു. ഫസ്റ്റത്തെ ദിവസം തന്നെ ഞാനാണ് അന്ന് ഞാൻ യൂട്യൂബ് കണ്ട് വേറെ വീഡിയോസ് കണ്ടതിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡ് എടുക്കാം. 1 മിനിറ്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി ട്രേഡ് എടുക്കും. അന്ന് ഒരു ആഴ്ച കൊണ്ട് തന്നെ ഞാൻ 1,80,000 അടുത്ത് 80,000 അടുത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫണ്ട് ഞാൻ പറഞ്ഞ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും രാത്രി ട്രേഡ് എടുക്കുക, രാവിലെ എല്ലാം ട്രേഡ്. കറക്റ്റ് സ്കാൽപ്പാണ്. 0.40, 30 ഇട്ടിട്ട് ഒറ്റ 2 ഇപ്പോൾ ഒരു ക്ലോസ് ചെയ്യുന്ന സെറ്റപ്പ് പ്ലാനിലുള്ള സെറ്റപ്പിലാണ് ട്രേഡ് എടുക്കുക. ആ ഫണ്ട് വെച്ച് ഉണ്ടാക്കി. ലാസ്റ്റ് ഞാൻ ക്യാമറ വർക്കിന് ദിവസം പോയി സമീരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ട്രേഡ് ഉണ്ട്, നീ എടുക്കണേ എടുത്തോ, പക്ഷെ നീ ക്ലോസ് ചെയ്തോളൂ. ഞങ്ങൾ നെസ്സിൽ വെക്കില്ല, TP വെക്കില്ല. നമ്മൾ ഒറ്റ സെറ്റപ്പാണ്. അന്ന് പിന്നെ മാർക്കറ്റ് ചെറിയ മൂവ് തരുള്ളൂ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ക്ലോസ് ചെയ്തോൾട്രാ എന്ന് പറഞ്ഞു. അത് 0.40 ഇട്ട് 2 മൂവ് ചെയ്ത് $80, 7,000 രൂപ ആയിട്ടുണ്ടായിരുന്നു. അവൻ ക്ലോസ് ചെയ്തില്ല. ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുക. അതിന് മുന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യാറ്. അതുകൊണ്ട് പ്രോഫിറ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ സംഭവമാണ്. അന്ന് ആ സാധനം ഒറ്റയടിക്ക് സെല്ലൻട്രിയാണ് ഇട്ടുണ്ടായേ ഗോൾഡ്. ഒറ്റയടിക്ക് അന്ന് വൈകിട്ട് എന്തോ ന്യൂസിന്റെ എഫക്റ്റിൽ അന്ന് നമുക്ക് ന്യൂസ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഒറ്റയടിക്ക് മാർക്കറ്റ് പൊന്തി എത്രയോ $1,500 അടുത്ത് ലോസ് എത്തി. സിമ്പിളായിട്ട് പോയില്ല. ഞങ്ങക്ക് ടോട്ടൽ $2,000 എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു 40,000 ഞാൻ എടുത്ത് ലോൺ തന്നെ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അത് താഴുന്നുള്ള പ്രതീക്ഷയായിരുന്നു. അപ്പോഴും അത് 300 വീണ്ടും താഴ്ന്നു 300, 200 വരെ ലോസ് എത്തിന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പ്രോഫിറ്റ് കാണാണ്ട് ക്ലോസ് ചെയ്യാനുള്ള തോന്നലുണ്ടായില്ല. അപ്പൊ ലോസിൽ ക്ലോസ് ചെയ്യാൻ മടിയായതുകൊണ്ട് അത് ഹോൾഡ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് പൈസ അടിക്കുക. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഓൾറെഡി ഞാനാണ് ഫസ്റ്റ് ലോൺ എടുത്ത് ഇട്ടണതും 2ാമത് ലോൺ ഇട്ടതും ഫുൾ റിസ്ക് എൻ്റെ പേരില്ല. അപ്പൊ ഞാൻ പറഞ്ഞിടാ കുറച്ചുകൂടി ഇട്ടാൽ എന്തായാലും അത് ഇതാണ്, ഒരു 30 രൂപയിലും മതി ഏകദേശം. അവനതിന് ഉഷാറ് കാണിച്ചില്ല. രാവിലെ എനിട്ടിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ട് വെളുപ്പിന് ഉറങ്ങാണ്ടിരുന്ന് 5 മണി കറക്റ്റ് മാർക്കറ്റ് ഓപ്പൺ സമയത്ത് അത് ഫുള്ളായിട്ട് ഫണ്ട് പോയിട്ട് ഞങ്ങൾ എന്നിട്ടാ ഒന്നും പറഞ്ഞൊന്നില്ല. ഞാൻ എന്നിട്ടാ അത് ഒരു ഇതായി. പക്ഷെ അവൻ മിണ്ടാടെ ലാസ്റ്റ് തല്ല് സെറ്റ് പോലെ എന്തോ മിണ്ടാടെ ലാസ്റ്റ് കാശ് എൻ്റെ മൊത്തം പോയി. അവത് അടച്ചു. അത് ഞങ്ങൾ ഡീൽ ചെയ്ത് 2 സെന്റ്. പക്ഷെ കണക്ഷൻ പോയി. ഭയങ്കര സെറ്റപ്പായിരുന്നു. പെട്ടെന്ന് ഒരു എന്തോ ചെയ്ത് പോയി. ഞാൻ ഒരു തെറ്റ് ചെയ്ത സെറ്റപ്പിൽ നമ്മൾ എന്തോ ചെയ്ത് അവൻ നല്ല കട ഉണ്ടായിട്ട് കൂടെ നിന്ന് ചെയ്തത്. അല്ലെങ്കിൽ എനിക്ക് ഒറ്റ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു ഞാൻ. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് കയറിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ സാധനം ഇപ്പോൾ പണിയായി തുടങ്ങിയത്. അങ്ങനെ ഫോറക്സിൽ ഈ കളഞ്ഞുകൊണ്ടും പിന്നെ എല്ലാം കൊണ്ടും എനിക്ക് ഇതിൽ നിന്ന് തന്നെ ഇതിലാവണം എന്നുള്ളത്. അപ്പൊ ഫുൾ നമ്മൾ അന്വേഷിച്ച് പഠിക്കാൻ നോക്കും. പരമാവധി എല്ലാം നോക്കി എല്ലാം പഠിച്ചിട്ടുണ്ട്. SMC, പ്രൈസ് ആക്ഷൻ ഒക്കെ ICT അത് അറിയാത്തുണ്ടായുള്ളൂ. വെച്ചൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ എന്നാലും നമ്മുടെ മൈൻഡ് കുറെ പ്രശ്നങ്ങൾ കൊണ്ട് പറ്റില്ല. ഈ ജനുവരി കറക്റ്റ് 1-ാം തീയതി വീണ്ടും ഫണ്ട് ഇട്ടത് അത് വേണ്ടെന്നില്ല. 1-ാം തീയതി ഇവിടെ വന്നിരുന്നു. 1-ാം തീയതി ഇവിടെ വന്നിട്ടുണ്ടായി. 1-ാം തീയതി ഇവിടെ വന്നപ്പോ എൻ്റെ $1,500 $1,500 അല്ലല്ലോ
എത്രാണ്ട് ഡോളർ പ്രോഫിറ്റ് ക്യാപിറ്റൽ ഉണ്ടായി. സാധനമാണ് പിറ്റേ ദിവസത്തേക്ക് 2-ാം തീയതി ഇത് വാഷായ ഉണ്ടാക്കിയ സാധനത്തിൽ നിന്ന്. ഇത് ഞങ്ങളുടെ 2 അക്കൗണ്ടിൽ അന്ന് തന്നെ അന്ന് മിണ്ടൂട്ടാ, അത് കഴിഞ്ഞ മിണ്ടാണ്ടായി. ആ സമയത്ത് വേറെ ഉണ്ടായത് ചെയ്ത് 2-ാം തീയതി സാധനം വാഷായി. പിന്നെ ഭയങ്കര ഇതായി. അപ്പൊ എന്റെയും അവന്റെയും ഒരേ ദിവസമായിട്ട് വാഷായി ഉണ്ടായ. അതെ. അപ്പൊ അത് കഴിഞ്ഞ് ഇതെങ്ങനെയും പഠിക്കണം, ഓൾറെഡി പഠിക്കുന്ന ഞാൻ ഇവിടെ എൻക്വയറി ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്തെങ്കിലും പറ്റും. പിന്നെ പെർഫോമൻസ് ഒക്കെ ഒന്ന് അറിയാം, കുറെ ഇതുണ്ട്, പൈസ അങ്ങനെ കുറെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഓൾറെഡി സ്ട്രാറ്റജി ഉണ്ട്, പക്ഷെ ഒരു റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പർ അല്ല. അത് മാത്രമാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടായിരുന്നത്. പിന്നെ ഫണ്ട് അക്കൗണ്ട് എന്താ പറയണം, കാരണം ഫണ്ട് ഇല്ല, ഇന്ത്യ മാതിരി ചെയ്യാനും പറ്റില്ല. നല്ലൊരു ഫണ്ടിലാണ് അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പോലെ. പിന്നെ കടായോ ആ കടം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടി സിബിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി ഓരോ ലോൺ എടുക്കും, അതടയ്ക്കും, ഇതടയ്ക്കും. ഇതന്നെ ക്യാമറയുടെ പണി ഞാൻ കറക്റ്റ് ജനുവരിയിൽ വിട്ടു. ഇവിടെ വരണോണ്ട് എനിക്ക് അന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കോഴ്സുകളോട് ഞാൻ ക്യാമറ വണ്ടി കറക്റ്റ് നിർത്തിയായിരുന്നു. ജനുവരി തന്നെ നിർത്തിയത്. ഇവിടെ കോഴ്സ് കഴിഞ്ഞിട്ട് പോകാനുള്ള മൈൻഡായിരുന്നു, ഡിലേ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ ഇത് മാത്രം ഫോക്കസ് ചെയ്യാനുള്ള മൈൻഡായിരുന്നു. കുത്തിയിരുന്ന് ഇത്തിരോടും പഠിക്കാണ്ട് ഞാൻ എല്ലാരും കൂടി ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് ഇരുന്ന്. എന്നിട്ട് SL റെഡിയാക്കി ചെറിയ ഡെമോയില് ഓരോ സ്ട്രാറ്റജി, ഹെഡ്ജിങ്, അത് ഇതെന്ന് പറഞ്ഞ കുറെ സാധനം പഠിക്കും. സ്റ്റോക്ക് ഞാൻ ശരിക്കും ഫോറക്സിൽ വന്നേ. എന്നിട്ട് എന്നെ മാറ്റി വിളിച്ചതാ സ്റ്റോക്കിലേക്ക്. എന്നിട്ട് പിന്നെ അന്ന് സ്റ്റോക്ക് പഠിക്കാൻ വിളിച്ചതല്ലേ. എനിക്ക് പിന്നെ ഇങ്ങനെ അവരെന്ത് വിചാരിക്കും എന്നുള്ള തോന്നലൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചല്ലേ, എന്നാ പോവാം, അങ്ങനെ പോവാം. പിന്നെ എനിക്ക് സ്റ്റോക്കോട് വലിയ താല്പര്യം ഉണ്ടായില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഓപ്ഷൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഫണ്ടില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യ മാർക്കറ്റിനോട് മടി. ഒരുപാട് ആൾക്കാർ മറ്റേ ബാങ്ക് നിഫ്റ്റി പോയ പിന്നെ സ്റ്റോക്കിലോട്ട് ഇതിലോട്ട് ഫോറക്സിലോട്ട് കയറിയില്ല. അപ്പൊ ഫോറക്സ് ആണ് പറ്റുള്ളൂ നീ മനസ്സിലായി. ഫണ്ട് അക്കൗണ്ട് ഉള്ളതുകൊണ്ടും പിന്നെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ഫോറക്സ് പറ്റുള്ളൂ തോന്നി. ഫോറക്സ് തന്നെ മെയിൻ ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കോഴ്സ് ചൂസ് ചെയ്ത് നമുക്ക് ഇത്തിരി ഒരു ഇത് ലെവലാക്കണം. കാരണം അത്ര നാൾ ഉഴപ്പലായിരുന്നു, നമുക്ക് ഉള്ളത് മതി, ഇത് വെച്ച് പഠിച്ച് സെറ്റ് ആവും എന്നുള്ളത് തോന്നലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഫണ്ട് ചിലവാക്കി പഠിച്ചാൽ മാത്രമാണ് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മ ഈ യൂട്യൂബ് കണ്ട് അവിടെ കണ്ട് ഇവിടെ കണ്ട് കടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ വന്നു, കോഴ്സ് എടുത്തു. അത് കറക്റ്റ് ഈ ഫണ്ട് ഫുൾ വാഷായി. പിന്നെ കുറെ കാര്യം പഠിച്ചേ SL വയ്ക്കാണ്ട്. അങ്ങനെ പഠിക്കും. ശരിയാ. ആ ജനുവരി തൊട്ട് ഞാൻ പഠിച്ചു. നമ്മളൊക്കെ എത്ര കളഞ്ഞ. ഇതിപ്പോ ഭയങ്കര പ്രശ്നമായി. കാരണം വെറും $1000-1500 അത്ര രൂപയാണ് നമുക്ക് ഇത് കട ഉണ്ടായുള്ളൂ. അപ്പൊ അത് അടച്ചടച്ച് വരുമ്പോ 4-5 ലക്ഷത്തിന്റെ അടുത്ത് കടായി ഇപ്പഴേ പ്രായത്തില്. അപ്പൊ അതടയ്ക്കാൻ വേണ്ടി വണ്ടി വരെ കയറ്റി വെച്ചേക്കാം ഇപ്പൊ. അപ്പൊ അത്ര പ്രശ്നത്തിലാണ്. ഇതിന്ന് എന്തെങ്കിലും ചെയ്താലാണ് നമുക്ക് കാര്യങ്ങളുള്ളൂ. അപ്പൊ എനിക്ക് എന്തായാലും ഇതിൽ തന്നെ നിൽക്കണം, പഠിക്കണം എന്നുള്ള മൈൻഡോട് കുത്തിയിരുന്ന് ഇവിടെ നിന്ന് പഠിച്ച്. എൻ്റെ ഇടയിൽ ഞാൻ രാത്രി ഫുൾ ടൈം ലാപ്പും ഉണ്ട്, ടാബും ഉണ്ട്, ഐഫോണിന്റെ ഇതുണ്ട്. ഇതൊക്കെ റോളിങ്ങിൽ മേടിച്ചതാ. അപ്പൊ ഈ സാധനമൊക്കെ മേടിച്ച് ഓരോന്നിനും സ്ക്രീൻ ഓൺ ആക്കിയിട്ടിട്ട് നമ്മ ഓരോന്നിനും പഠിക്കും, ഓരോന്നും ചെയ്ത് ആ ഡെമോ കൊണ്ട് സെപ്പറേറ്റ് എടുത്തിട്ട്. ഒരു ദിവസം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യും? ഞാൻ ചിലപ്പോ ഉറക്കൊന്നും വരിക്കില്ല, 2 മണിക്ക് കിടന്ന് ഉറങ്ങാറ് ആ സമയത്തൊക്കെ കിടന്ന്. എന്തായാലും ചിലപ്പോ ഒരു 20 മണിക്കൂർ, ചിലപ്പോ 20 മണിക്കൂറല്ല, ഒരു 15 മണിക്കൂർ മുകളിൽ ഞാൻ സ്പെൻഡ് ചെയ്യാണ്ട്. അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, കാരണം അത്ര കട ഉണ്ട്. ഇങ്ങനെ വരുത്തി വെച്ചു ട്രേഡ് ചെയ്യാണ്ടിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, മര്യാദയ്ക്ക് പോയതായിരുന്നു. സ്വിഗ്ഗി സൊമാറ്റോ ക്യാമറ പണിക്ക് ശരിയാ. നൂറ് കാര്യങ്ങളില്ല തിരക്കിടുന്നത്. അത് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മാത്രമാണ്, വേറെ ആർക്കും അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ കാര്യമുള്ളൂ. ഇനിയിപ്പോ ഞാൻ ക്യാമറ പണിക്ക് പോയാലും അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ഓടിയാലും നടക്കില്ല എനിക്ക് മനസ്സിലായി. എൻ്റെ അടവ് അത്രയായി. ഇതിൽ നിന്ന് എനിക്ക് കാര്യം നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 5 years ആണ് സേഫ്, അല്ലെങ്കിൽ 1 day സേഫ് എന്ന് പറഞ്ഞാലും ക്യൂട്ട് ഇടാനും ആ പേയ്മെന്റ് കുറവ്, അത് എടുക്കണേൽ റേറ്റിലും. പിന്നെ 5K എടുത്ത് ഞാൻ ഇത് പാസ്സാക്കാൻ അത്ര ടൈം കളഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ഡിലേ ആവും. അതിന് കിട്ടണ പേയ്മെന്റ് വെച്ചേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ 25K എടുത്ത് റിസ്ക് എടുക്കാന്ന് വിചാരിച്ച് എടുത്തു. phase 1 സിമ്പിൾ ആയിട്ട് പാസ് ചെയ്തു. phase 1 പാസ് ചെയ്യുമ്പോൾ എനിക്ക് അടവടയ്ക്കണം മൈൻഡ് കൂടിക്കൊണ്ടിരുന്നു. അപ്പൊ റിസ്ക് കൂടി എനിക്ക് phase 2. അതാണ് ടൈം എടുക്കാൻ. ഉള്ള ഫൈനാൻഷ്യൽ പ്രശ്നങ്ങള്, കടങ്ങള്, അതിന്റെ കൂടെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ മുന്നിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഓവർ ട്രേഡ് ചെയ്യാനുള്ള ടെൻഡൻസി എടുത്തില്ലേ? അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് സൈക്കോളജിക്കലി? ഞാൻ എങ്ങനെ പറയും, ഞാനപ്പോ എന്തെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, കാരണം എല്ലാ ആൾക്കാരും പറയുന്നത് 100 പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ സ്ഥിരം പറയുന്ന കാര്യം, നമ്മൾ പൈസയ്ക്ക് വേണ്ടി ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ എപ്പം പൈസയ്ക്ക് വേണ്ടി നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ, ഇപ്പൊ ചിലപ്പോൾ അത്യാവശ്യം കാണും, ഇപ്പം ഒരു 50,000 രൂപ വേണം,
പെട്ടെന്ന് നമ്മളെടുത്ത് വെക്കുന്ന ഒരു റിസ്ക് ആയിരിക്കും. ഈ 50,000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കും. റിസ്ക് എടുക്കുന്നത് മൊത്തം വള്ളിയിൽ ചെന്ന് എടുത്തുള്ളൂ. ആ 1,00,000 രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഈ 50,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര റിസ്ക് എടുക്കുക, 1,00,000 രൂപ കൂടെ പോകും. ഇത് സ്ഥിരം ഉണ്ടാവുന്നത്. അപ്പം നമ്മളിപ്പോൾ പൈസയ്ക്ക് വേണ്ടി എന്തായാലും പൈസയ്ക്ക് വേണ്ടി ട്രേഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇത്രയും പ്രശ്നങ്ങളും കടങ്ങളും ഉള്ളപ്പോഴത്തേക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് ആ ഒരു സൈക്കോളജി, എന്തെങ്കിലും പർട്ടിക്കുലർ തിങ്? ഞാൻ ഫോക്കസ്ഡ് ആയിരുന്നു, ഡൈവേർട്ട് ആയിട്ടില്ല മൈൻഡ്? ഓവർ ട്രേഡ് ചെയ്യാൻ തോന്നിയിട്ടോ? ഓവർ ട്രേഡ് ഒക്കെ ഞാൻ ചെയ്തു, നല്ലോണം ഓവർ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ഹെഡ്ജിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അവനും കൂടി ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടിപൊളി പ്രോഫിറ്റ്, ഒരു 6-8 ലക്ഷം കിട്ടിയാനെ. അത് അവൻ മണ്ടത്തരം കാണിച്ചു തരിക. പക്ഷെ അതിൽ നിന്നൊരു പ്രതീക്ഷയായിരുന്നു കിട്ടുന്നു, പക്ഷെ അത് ഭയങ്കരമായിട്ട് പോയി. അപ്പൊ ആ പ്രതീക്ഷയിൽ അത്ര ആൾ നിന്ന്. പിന്നെ ഫുൾ റോളിംഗ് ആയിരുന്നു, ആപ്പ് ലോൺ എടുത്ത്. പക്ഷെ എടുത്ത് കഴിയുമ്പോൾ സിബിൽ അത് എഫക്ട് ചെയ്യില്ലോ, യൂട്ടിലൈസേഷൻ കൂടിയോണ്ട് എഫക്ട് ചെയ്തുകൊണ്ട് ലോൺ കിട്ടാണ്ടായി ലാസ്റ്റ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് എന്നിട്ട് നമ്മ ഫണ്ട് എടുത്ത് പാസ് ചെയ്ത് അതെടുത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ നമ്മൾ ഇത്ര ആൾ റോൾ ചെയ്തത്. സിബിൽ കളയരുത്, എനിക്കൊരു ഹോം ലോൺ എടുക്കണം എന്നുള്ള മൈൻഡൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഇത് കിട്ടില്ല, കിട്ടാത്ത അവസ്ഥയാണ് ഈ സിറ്റുവേഷനിൽ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ രക്ഷപ്പെടണം, ഫോറക്സ് തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരെ നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ട് കുത്തിയിരുന്ന് ഇപ്പോഴായാലും ഓരോ സ്ട്രാറ്റജി എനിക്കായിട്ട് ഞാൻ കുറേ സ്ട്രാറ്റജി അത് ഇപ്പോൾ കുറേ വർക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹെഡ്ജിങ് തന്നെ, പിന്നെ ഫിബിൽ തന്നെ ഞാൻ പല രീതിയിൽ സപ്പോർട്ട് സ്വന്തമായിട്ട് സ്ട്രാറ്റജി. ഹെഡ്ജിങ്ങിൽ ഞാൻ ഒരു സ്ട്രാറ്റജി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയത്തില്ലേ ചില ഈ സ്ട്രാറ്റജി വർക്കാവുള്ളൂ, ആ സ്ട്രാറ്റജി വർക്കാവുള്ളൂ. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അതിന്റെ ഒരു എനിക്കാണെന്നില്ല, സ്വന്തമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പൊ തന്നെ ഇപ്പൊ അമൽ സാറിന്റെ സ്ട്രാറ്റജിയിൽ ഞാനത് ഉപയോഗിക്കും. പക്ഷെ ഞാൻ അത് മാത്രം ഫോക്കസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ആ ടൈം നോക്കി അങ്ങനെയൊക്കെ ഒരു ചിലപ്പോൾ പറ്റാറില്ല, മിക്ക സമയം ടൈം കിട്ടില്ല വർക്കിന്, അതിൽ നിന്നൊക്കെ ചിലപ്പോൾ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെതായുള്ള പല രീതികൾ നോക്കും, ട്രൈ നടത്തും, ഡെമോയിൽ നോക്കും, അല്ലാണ്ട് നോക്കും. ഫുൾ ടൈം ചാർട്ടിൽ നിന്നിട്ട് ഇപ്പൊ ഗോൾഡ് അന്ന് ഗോൾഡിന്റെ 30 ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ 100, 200 ഇപ്പൊ ഒരു ദിവസം വേരിയേഷൻ. ഗോൾഡിന്റെ സ്വഭാവം ഞാൻ പഠിച്ചോണ്ടിരിക്കുക, ഗോൾഡിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഗോൾഡിന്റെ ഇപ്പൊ കുറെ കാര്യങ്ങൾ അറിയാം. ഗോൾഡ് അങ്ങനെ പോയി ഇങ്ങനെ പോകുന്നു വലുതായിട്ട് അറിയാലും മുന്നത്തെ കാലം നല്ല ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഇപ്പൊ വന്നിട്ടുണ്ട് ഗോൾഡിനും. ഇപ്പൊ ഗോൾഡ്, യൂറോ USD, എത്ര നേരം ഒരു ദിവസം ചാർട്ടിന്റെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്, ചാർട്ട്സ് ബാക്ക് ടെസ്റ്റ് ചെയ്യാനും സ്ട്രാറ്റജീസ് ടെസ്റ്റ് ചെയ്യാനും എത്ര സമയം ഒരു ദിവസം സ്പെൻഡ് ചെയ്യും? ഞാനിപ്പോ പണിക്ക് പോള ഈ ഫണ്ട് അക്കൗണ്ടിന് വേണ്ടി മാത്രമേ നിൽക്കണേ. അപ്പൊ ഞാൻ രാവിലെ എനിക്ക് 6 മണി 7 മണിക്ക് എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 12 മണി അല്ലെങ്കിൽ 11 മണി വരെ ഞാൻ ഇതിനകത്ത് ഇരിക്കണേ. ഫുൾ ടൈം ഇങ്ങനെ ഓണാക്കിയിടാം. പിന്നെ ഇതിന്റെ ഇടയിൽ ഇതിനകത്ത് തന്നെ ഇരിക്കണേ. പിന്നെ ഇതിന്റെ ഇടയിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ കാര്യത്തിന് പോകും. അല്ലാന്ന് തന്നെ ഫുൾ ടൈം ഞാൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് വരയ്ക്കുക, ഓരോന്ന് വരച്ച് നോക്കുക, ട്രൈ നടത്തുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ ഞാൻ ഇതുകൊണ്ടിരിക്കും. അതുകൊണ്ട് അന്ന് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ സാധാ പോലെ വരച്ചെഴുതും. ഇപ്പൊ എനിക്ക് വലിയ ഹയർ ടൈം ഫ്രെയിം നോക്കിയിട്ട് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെറിയ സ്കാൽപ്പായി അല്ലെങ്കിൽ വലിയ അടിപൊളി എൻട്രീസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ തന്നെ അവന് കുറെ എൻട്രി കൊടുക്കാറുണ്ട്, ഭദ്രയ്ക്ക് കുറെ എൻട്രി കൊടുക്കുന്നുണ്ട്. പല എൻട്രികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ TP ആണ്, ഓൾമോസ്റ്റ് TP കളെ. ഇവർക്ക് കൊടുത്ത എൻട്രികൾ 1-2 ടെസ്റ്റിൽ അടിച്ചുള്ളൂ, ബാക്കിയൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ഭയങ്കര അഭിമാനം. ഞാൻ അതിനകത്ത് തന്നെ ഞാൻ അതിൽ തന്നെ കുറെ എൻ്റെതായിട്ടുള്ള ഇടഞ്ഞു. ഇപ്പൊ അമൽ സാറിന്റെ ICT-നകത്ത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, അത് സപ്പോർട്ട് അവിടെ ഉണ്ടാവല്ലോ, അതെങ്ങനെയാവുള്ളത്, അപ്പൊ അങ്ങോട്ട് പോവാ, അപ്പൊ അതോല്ല. അപ്പൊ ഞാൻ അവിടെ ചിലപ്പോൾ ഫിബൊക്കെ വരച്ച് വെക്കും. ഫിബിൽ ഇത് എവിടെ വരെ കറക്ഷൻ തരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കുമ്പോൾ അവിടെ വരെ ഉള്ളു. അപ്പൊ നമുക്കിത് ഹോൾഡ് ചെയ്യാം. മീൻസ് SL ഇവിടെ വെക്കാൻ പാടുള്ളൂ. ഇനി കയറ്റി ബ്രേക്ക് ചെയ്യണമെന്ന് ഇവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ടച്ച് ചെയ്ത ടൈം എളിക്ക് പോകാൻ പോണേ. അപ്പൊ ഞാൻ അങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കയറ്റി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ കുറെ ഹെഡ്ജിങ്ങിൽ അതുപോലെ വേറെ സെറ്റപ്പ് കുറെ പഠിക്കുന്നു, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും കുറെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. phase 1 പാസ്സായിട്ട് phase 2-ലോട്ടുള്ള ജേർണി എന്തായിരുന്നു? phase 2 ഭയങ്കര ഷോക്കായിരുന്നു. ഈ അടവുള്ളതുകൊണ്ട് മൈൻഡ് മുഴുവൻ എന്തിട്ടാ അടവടക്കണം, ഇതിന് പേ ഔട്ട് കിട്ടണം. അതിൻ്റെ ഇടയിൽ കുറെ വീഡിയോ കണ്ട് ക്യൂട്ടിന്ന് പേ ഔട്ട് കിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമൽ സാറിൻ്റെ അടുത്ത് ഞാൻ കുറെ പറഞ്ഞു, വെറുപ്പിച്ചത് ഇങ്ങനെ കിട്ടോ സാറേ ക്യൂട്ടി. എനിക്ക് 5 years കണ്ടിന്യൂസാണ് വിശ്വാസം ഉണ്ടായത്. പക്ഷെ എന്നാലും റേറ്റ് കുറഞ്ഞ് കിട്ടണോണ്ടാണ് ഇതെടുത്തത്. അപ്പൊ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയി. കുറെ പേര് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്, കിട്ടോ അപ്പൊ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഓവർ ട്രേഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് വന്ന അന്ന് തന്നെ ഞാൻ $250 പ്രോഫിറ്റിലാണ് ഫസ്റ്റ് തന്നെ. പിന്നെ അങ്ങോട്ട് ട്രേഡ് ചെയ്യും. ഞാൻ ICT ട്രേഡ് ചെയ്തിട്ടുണ്ടായി ആ സമയത്ത് സ്റ്റാർട്ടിങ് phase 2-ലും സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ ഞാൻ 2% റിസ്ക് എടുക്കും, $500 SL വയ്ക്കും. അന്ന് 2 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചിട്ട് താഴ്ന്നുണ്ടായിരുന്നു കുത്തനെ. പിന്നെ മിക്ക ദിവസം എൻഡ് എടുക്കാൻ പറ്റില്ല ICT-യിൽ, മിക്ക ദിവസം എൻഡ് എടുക്കാൻ പറ്റില്ല, പല കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഇത് പാസ്സാക്കണം, ഇതായാലും കാര്യം നടക്കുള്ളൂ, ഇതിന് കിട്ടണ പേയോട്ട് വെച്ചാൽ 1 മാസം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിലാണെങ്കിൽ ഫുൾ സീനാണ്, അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞ് നീ എന്ത് ചെയ്യാം അതൊക്കെ രീതിയില്ല, പണിക്കും പോകണില്ല, ഇതിന് പേയോട്ട് കിട്ടണമെന്നത് കാണുന്നില്ല. അപ്പൊ ആ സെറ്റപ്പ് ആയതുകൊണ്ട് ഇതെന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ട്
കറച്ചാറ പറയാൻ എൻ്റെ ഇട്ടുകൊണ്ടിരുന്നത് ഫേസ് ടു കിട്ടിയ സമയത്ത്. പിന്നെ ഇപ്പോഴായാലും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ എന്നാലും പ്രോപ്പർ റിസ്ക് ചെയ്ത് ഞാൻ എനിക്കായിട്ട് തോന്നും ഇങ്ങനെ കറക്റ്റാണ് എടുത്തു കഴിഞ്ഞാൽ അടിക്കുമ്പോൾ ഈ 100% ഉറപ്പുള്ള എടുപ്പ് എടുക്കണം. അപ്പം അങ്ങനെ ആ തുടക്കം ഫേസ് ടുവിൽ ഒരാഴ്ച 1-2 ഞാൻ ഓവർ ട്രേഡ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ എടുത്താൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ പക്കയായിട്ട് ട്രേഡ് എടുത്ത് ലാസ്റ്റ് ആയപ്പോൾ പാസ്സാവുന്ന സമയം എന്ന് പറഞ്ഞാൽ അന്നും ഹെവി റിസ്കിൽ തന്നെ എടുത്തത്, പാസ്സാക്കണമെന്നുള്ള മൈൻഡിൽ തന്നെ എടുത്തത്. പക്ഷെ പക്കായിട്ട് റിസ്ക് എടുത്ത് ചെയ്തുകൊണ്ട് പാസ്സായി. പക്ഷേ ലാസ്റ്റ് ഒരു $10 വേണ്ടി ഹീറോ യൂസിൽ ചെറിയ ലോട്ട് 0.25 ഇട്ടിട്ട് ആ $10 ആവാൻ വേണ്ടി കറക്റ്റ് $10 ആയപ്പോൾ തന്നെ ക്ലോസ് ചെയ്തു. കാരണം പാസ്സാക്കണം എന്നുള്ളതാണ്. പക്ഷെ പ്രോപ്പർ റിസ്ക് എടുത്ത് പ്രോപ്പർ നോക്കിയിട്ട് തന്നെ സാധനം. എത്ര RR എടുക്കുന്ന എത്ര ട്രേഡ്സ് നോർമലി? ഞാൻ 1:1 മുകളിലാണ് കൂടുതൽ എടുക്കാറ്. ചില സമയത്ത് സ്കാൽപ്പൊക്കെ ചെയ്യും കേട്ടോ. അത് എൻ്റെതായ സ്ട്രാറ്റജിയിൽ സ്കാൽപ്പൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ന്യൂസ് ടൈമിലുള്ള ഞാൻ ന്യൂസിലൊക്കെ ഓരോ ട്രേഡ് ന്യൂസ് ടൈം കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം ഞാൻ എൻ്റെ ന്യൂസിൻ്റെ എന്താണ് കാര്യം, ഇപ്പം എങ്ങോട്ട് പൂവ് ചെയ്യും, അവിടെ സപ്പോർട്ട് ഉണ്ടോ, അത് എവിടെ പോകുന്നൊക്കെ നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ച് ഞാൻ എൻട്രി നോക്കാറുണ്ട്. ഫേസ് ടു പാസ്സായ സമയത്ത് പാസ്സായപ്പോൾ ഉള്ള മൊമെന്റ് അത് ഭയങ്കര ലുമൻ്റ് ആയിരുന്നു. ഞാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൊന്നും അറിഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല. ഞാനത് എനിക്കത് ഫേസ് ടു പാസ് ചെയ്തിട്ട് പേടിയായിരുന്നു. കാരണം ഓൾറെഡി ആക്കിട്ടോ. കാരണം ഒരു വൈഫി കണ്ടിട്ട് തന്നെ എൻട്രി എടുത്തിട്ടുണ്ടായേ. അത് കണ്ടിട്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ വൈഫിലാണ് അവിടെ കണക്ട് ആയി എൻട്രി എടുത്തു. ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ഉള്ള വൈഫികളുണ്ട്. വൈഫി ഓൺ ആക്കിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് ഓഫ് ചെയ്തുള്ള. ഓൾറെഡി അവൻ്റെ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവൻ്റെ കണക്ട് ആയി. പിന്നെ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ വീട്ടിലെ വൈഫൈ ആയിട്ട്. അപ്പൊ ക്ലോസിങ് വേറെ വൈഫൈയിലും എടുക്കണത് വേറെ. അപ്പൊ എനിക്ക് വേണ്ടി അക്കൗണ്ട് കാരണം $501 ആയി, $1501 ആയി പാസ്. അപ്പം സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ തന്നെ. പക്ഷെ ഇവർക്ക് മെയിൽ അയച്ചപ്പോൾ 3-5 ദിവസം എടുക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ സുബിൻ സാറിന് അന്ന് ഇൻസ്റ്റയിൽ വീഡിയോ കോൾ ചെയ്തു. അത് എടുക്കാണ്ടായപ്പോൾ ഞാൻ അമൽ സാറിനെ വിളിച്ചു പറഞ്ഞു. അത് അമൽ സാർ പറഞ്ഞു അമൽ സാറിന് 1 ദിവസം കൊണ്ട് കിട്ടി, ഇത്ര ദിവസം കൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ മെസ്സേജ് ചോദിക്കുമ്പോൾ ഒരു 3-5 ദിവസം എടുക്കും. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് അറിയാണ്ട് ഒരു എൻട്രി പ്ലേസ് ആയിട്ട് അപ്പം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോട്ട് കൂടി കൈ കൊണ്ട് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്തു. അതപ്പോൾ സ്കാൽപ്പിന് ഈ പണി കിട്ടോ, അത് കഴിഞ്ഞ് വൈഫൈ കിട്ടാതെ പണി കിട്ടോ. അത് കണ്ട് റെഡി ആയി കഴിഞ്ഞാൽ അക്കൗണ്ട് കിട്ടിയായപ്പോൾ തോന്നി അവൻ്റെ അക്കൗണ്ട് തന്നെ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ക്യൂട്ടിയുടെ തന്നെ. അപ്പൊ 2 അക്കൗണ്ട് ഒരു ഫോണിൽ ലോഗിൻ ചെയ്തിട്ട് അതുകൊണ്ട് കിട്ടാണ്ട് ഫുൾ ടെൻഷനായിരുന്നു. എനിക്ക് മെസ്സേജ് ഇതിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് പാസ്സായി അപ്പം തന്നെ മെസ്സേജ് അയച്ചു തോന്നുന്നുണ്ട്. എനിക്ക് അമ്മനെ വിളിച്ചപ്പോൾ അപ്പം തന്നെ മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് അന്ന് നല്ലൊരു വള്ളി ദിവസമാണ്. ഞാൻ ഫുള്ള് വള്ളികളൊക്കെ ഡീൽ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മെസ്സേജ് വരുന്നത്. മെസ്സേജ് വന്നപ്പോഴത്തേക്കാണ് സന്തോഷം. കാരണം ആ ഫോട്ടോയും അയച്ചിട്ടുണ്ട്, ഇത് അയച്ചിട്ടുണ്ട്. എനിക്കൊന്ന് തലേന്ന് ഞാൻ പിറ്റേ ദിവസം കണ്ടിട്ടായി വിളിച്ചേന്ന് തോന്നല്ലേ? ആണോ? പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് അപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് ആ ഫോട്ടോ കണ്ടപ്പോ സന്തോഷം. ഞാൻ അപ്പൊ തന്നെ വിളിച്ച് സംസാരിച്ചു. അത് അത്രയും പ്രഷർ ഞാനിരിക്കുക. അത് എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇപ്പം ഈ ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാവാൻ നോക്കുന്ന, അല്ലെ ഫണ്ടഡ് അക്കൗണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പിള്ളേരോട്, ഇപ്പൊ ട്രേഡിങ്ങിലോട്ട് വന്നിട്ട് ഫണ്ട് മുടക്കാൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പിള്ളേരോട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരോട് എന്താ പറയാനുള്ളത്? കാരണം അതിപ്പോൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്, അജിത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു. ഇതിലും നല്ല ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, നല്ല ജോലിയുണ്ട്, വീട്ടിൽ കാശുമുണ്ട്. എന്നിട്ട് ഇവന്മാരൊക്കെ വന്നിട്ട് ദാരിദ്ര്യം പറയുന്ന പിള്ളേരുണ്ട്. അപ്പം ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ എന്നുള്ളതല്ല, ഇത് മൈൻഡ് സെറ്റാണ്. കാരണം ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റാ. അതില്ലാതെ ആരും എങ്ങും എത്തത്തില്ല. ഇപ്പൊ ഇവന്മാർക്ക് ഈ പറയാൻ കാരണങ്ങളുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താണ് അയത്തിട്ട് ഒരു മെസ്സേജ്? മടി കാരണം എക്സ്ക്യൂസുകൾ കണ്ടെത്തി ട്രേഡ് ചെയ്യാത്തവന്മാരോടുള്ള എക്സ്ക്യൂസ് അല്ല, അവരോട് പറയാനുള്ള കാര്യം, അഡ്വൈസ്. അവരോട് പറയാനായിട്ട് എനിക്കൊന്നുമില്ല. ഞാൻ എന്തിട്ടാ കഷ്ടപ്പെട്ട അതിനകത്ത് രക്ഷപ്പെടാം, ആ സെറ്റപ്പ്. പിന്നെ പേഴ്സണൽ അക്കൗണ്ട് എടുക്കാനല്ല ഞാൻ പറയുന്നത്, ഫണ്ടർ അക്കൗണ്ട് എടുക്കാനേ പറയുള്ളൂ. കാരണം ചെറിയ എമൗണ്ട് മാത്രമല്ല, നമുക്ക് കുറെ കാര്യം പഠിക്കാൻ പറ്റുന്നെങ്കിൽ മനസ്സിലായി ഫണ്ടർ അക്കൗണ്ട്. കാരണം റിയൽ ഡിസിപ്ലിൻ നല്ലോണം. അതന്നെ കൺസിസ്റ്റൻസി ഉള്ള അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ കാര്യം $525 ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യം ഗുണമുണ്ട്. റിയൽ അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് ഇതെടുക്കാം, അതെടുക്കാം, പിന്നെ എസ് വെക്കേണ്ട എത്ര റിസ്ക് എടുക്കാം ആ മൈൻഡ്. പക്ഷെ ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഇട്ടുമ്പോൾ നമുക്ക് ഇത്ര % റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ, ഇത്ര ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇതിൽ ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കുള്ള മണി അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് അക്കൗണ്ട് പാസ് നമുക്ക് ഫണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്ന് മതി, നാളേക്ക് ഇങ്ങനെ എടുക്കാം, നമ്മുടെ ഡെയിലി ലോസ് ഇതായി, അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ പിന്നെ റീഫണ്ട് കിട്ടുമല്ലോ. പിന്നെ നമുക്ക് ഫണ്ടർ അക്കൗണ്ട് ചെയ്യുമ്പോൾ കുറെ സ്കില്ലുകൾ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ആയി വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിനോട്
ബിസിനസ് പഠിക്കുന്നുള്ളവർക്ക് ഫണ്ട് അക്കൗണ്ട് എടുത്തത് ഞാൻ പറയുള്ളൂ. റിയൽ അക്കൗണ്ട് അത് നല്ലത്, റിസ്ക്കും ഇല്ല. ചെറിയ എമൗണ്ട് 15-20 കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടും കിട്ടും, ചില റീഫണ്ട് കിട്ടണതിന്റെ എമൗണ്ട്. പിന്നെ അത് സ്കില്ല് ഇമ്പ്രൂവ് ശരിക്കും പറഞ്ഞ ഫണ്ട് അക്കൗണ്ട് വെച്ചിട്ട് ചെയ്യണം, പണിയെടുക്കണം. അതന്നെ. അമൽ സാറിനെ പറ്റി 2 വാക്ക് പറയുന്നു. അമൽ സാറെ അമൽ സാർ ആരായിട്ടാ? അമൽ സാറ് ഞാൻ പറയണെങ്കിൽ അമൽ സാറ് ഒരു എനർജി ഇല്ല ഞാൻ പറയണേ സത്യത്തില്. പറയിപ്പിച്ചല്ലോ. ഞാൻ കൊറേ ആളെ ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രതീക്ഷ. അമലിന്റെ പ്രീ വർക്കൗട്ട് അടിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ, അത് പിന്നെ എനർജി കൂടുതലാ, പിന്നെ പ്രശ്നം. സാറ് കുറച്ച് ഇമ്പ്രൂവ് ആണെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ ഓരോരുത്തർ പറഞ്ഞു ചെയ്യിപ്പിക്കാൻ എനിക്ക് മറ്റുള്ളവരെന്തിലാവുമ്പോ ഭയങ്കര ഇതായി. ഇപ്പൊ അവനെ ഞാൻ വിളിച്ചെത്തി കൊണ്ടാ ഫിനാൻസിൽ ജോലി ചെയ്താൽ നല്ല സാലറി ഉണ്ടായതാ കൊണ്ട് കാശെല്ലാം ഞാൻ വരണ്ടാവില്ല. എന്നാലും അവനെ വിളിച്ചു വരുത്തി കൊണ്ട് ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോഴ്സ് നീണ്ടുപോയത് എനിക്കാണ് നഷ്ടം. പക്ഷെ നീണ്ടുപോയോണ്ട് അവന് ലാഭമായി. കാരണം അവനതുകൊണ്ട് ആ സമയത്ത് വരാൻ പറ്റി കോഴ്സിനകത്ത്. അതുകൊണ്ട് അവനിപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചു. റിസ്ക് മാനേജ്മെന്റ് പ്രോപ്പറിലാന്ന് അവന് ഇതല്ലായിരുന്നു കുറെ. എനിക്കപ്പോ മറ്റുള്ളൊരു ആളാണെന്നുണ്ട്. അപ്പൊ അമൽ സാറ് കണ്ടപ്പോ അമൽ സാറ് യൂട്യൂബിൽ മര്യാദയ്ക്ക് വീഡിയോ അത് ഇടുന്നില്ല, ഒരു എനർജി കുറെ ഫീൽ ചെയ്തു. പക്ഷെ ആളെന്തെങ്കിലും നമുക്ക് ആവണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. നമുക്ക് മറ്റുള്ളവർ അങ്ങനെ ഭയങ്കര ചോദിച്ചിരുന്നു. അപ്പൊ നമ്മ ചിലപ്പോ പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അതെനിക്കറിയില്ല. പക്ഷെ നമ്മ ഒത്തിരി പറഞ്ഞു സാറ് ഇങ്ങനെ ചെയ്ത് നല്ലതാണ്. കാരണം ഞാനായാലും യൂട്യൂബിൽ ഞാൻ 16 അറിയാത്ത സമയത്ത് 16 തൊട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ. അന്നൊക്കെ വീഡിയോ ചെയ്യുന്ന പറഞ്ഞു ഞാനും അടിയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമാണ്. കാരണം നമ്മ പറഞ്ഞിട്ടാന്നുള്ള തോന്നല് വരും. ഇപ്പൊ അവന് തന്നെ ഞാൻ പറഞ്ഞ എനിക്ക് സന്തോഷമുണ്ട്. അവനിപ്പോ ഫണ്ട് പാസ് ചെയ്യാൻ എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞാണ് അവൻ വന്നേ. അല്ലാന്നുണ്ടെങ്കിൽ അവന്റെ അവന് തന്നെ SL വെക്കാണ്ടും DP ചെയ്യാണ്ടും കണ്ടറിയിട്ട് എടുത്ത് അവൻ പ്രോഫിറ്റ് അടിച്ചാലും അവന് അത് കുറെ നാൾ നിൽക്കില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം കൊണ്ട് ഞാൻ തന്നെ ഒരു ദിവസം ഫസ്റ്റത്തെ ദിവസം തന്നെ ഈ ഫണ്ട് ഇട്ടെന്ന് പറഞ്ഞില്ലേ, ലോൺ എടുത്തിട്ടു. അതിന് ഫസ്റ്റത്തെ ദിവസം 56,000 രൂപ എടുത്താണ് പ്രോഫിറ്റ് എടുത്തത്. ഞാൻ ആഴ്ചയിലാണ് ഈ 1,00,000 എടുത്തത്. അത് പക്ഷെ ഒരു ദിവസം കൊണ്ട് പോയി സിമ്പിളായിട്ട്. അപ്പൊ അത് ഇപ്പൊ അവനും നല്ല കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, 5 ലക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ അത് പെട്ടെന്ന് പോയി. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇതിന്ന് ഇമ്പ്രൂവ് കഴിഞ്ഞാൽ അവന് ചിന്തിക്കും. അവന് ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇടയ്ക്ക് ഗൂഗിൾ മീറ്റ് വെറുതെ ഇട്ടിട്ട് ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കും, സംസാരിച്ച് അതൊക്കെ നീ ചെയ്ത് സെറ്റപ്പ്. ഇപ്പൊ ആള് സപ്പോർട്ട് ഒക്കെ നോക്കേണ്ട ആൾക്ക് അത് ഇതുണ്ടായില്ല. അങ്ങനെ മറ്റുള്ള അമൽ സാറിനെ തന്നെ പറഞ്ഞപ്പോ അമൽ സാർ ഇത്തിരി ഇതാവണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിൽ എനർജി കുറവ്. അപ്പൊ സ്റ്റുഡൻസ് തന്നെ ഇപ്പൊ ചിലപ്പോ ചെയ്യും ആളെന്ത് ഇങ്ങനെ എനർജി കുറവ് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യാണ്ട് ഇത്തിരി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അല്ലാണ്ട് അമൽ സാറിന്റെ ക്ലാസ്സും ബാക്കിയെല്ലാം കൂടെ സൂപ്പറാണ്. ആള് നല്ല രസമാണ്, ഇഷ്ടപ്പെട്ടു ഈ ക്ലാസ്. ഇപ്പൊ ഇന്ത്യൻ മേഖല എനിക്ക് ഫസ്റ്റ് വന്നപ്പോ ഭയങ്കര പോരായ്മ തോന്നിയിട്ടായിരുന്നു, എന്തുറ്റാ ഒരു ഇതില്ല സെറ്റപ്പ്. പക്ഷെ നീതി മിസ് വന്നു സാറിന്റെ മറ്റേ കൊണ്ടെങ്കിൽ. പക്ഷെ അപ്പോഴാണ് ഒന്ന് ആക്റ്റീവായ പോലെ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഫോറക്സ് അമൽ സാർ അതിന് മുന്നോട്ട് ആള് ഒരു ഇതുപോലെ പിന്നെ ക്ലാസ്സിലും സൂപ്പറായി. പക്ഷെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന ഒരു മെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നിനക്ക് പറയണ്ടേ, ഇത് ആളാക്കുന്നില്ല. ആള് ക്ലാസ്സിന്റെ കാര്യം പറയും, നമ്മുടെ ചോദിക്കുന്ന ഡൗട്ടും അത് ക്ലിയർ ഉള്ളൂ. പക്ഷെ നമ്മ ഇങ്ങോട്ട് പറയുമ്പോ സുമിത് സാർ ഇങ്ങോട്ട് പറയണ്ടേ, പിന്നെ ഈ ദിവസമായാലും ഇങ്ങോട്ട് പറയുന്നത് പറയും. അപ്പൊ നമുക്ക് ആള് എനിക്ക് ഒറ്റ സാധനമുള്ളൂ, ഞാൻ എന്ത് വേണമെങ്കിലും പറയും. പറയുന്നവന്മാര് പണിയെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പറയത്തില്ല. എന്റെ അത്രേ ഉള്ളൂ. കാരണം ബേസിക്കലി നമ്മള് ഇപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കാണുമ്പോഴത്തേക്കും എന്തിനെ പറ്റി നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. ഞാൻ നിങ്ങളോട് ട്രേഡിങ്ങിന്റെ മാത്രമല്ല, ഞാനിപ്പോ ഇടയ്ക്ക് രാജ്യത്ത് ഇത് ചെയ്തപ്പോ ഞാൻ ഇതിനോട് പറഞ്ഞാൽ ഇത്തെ ഡോക്യുമെന്റ് ചെയ്യണേ. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും എന്ത് പറഞ്ഞാൽ ഇത് എനിക്ക് പറ്റിയില്ല എന്റെ ജേർണി ഡോക്യുമെന്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഒരു പോയിന്റ് എത്തി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മൾ എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്നൊക്കെ നോക്കുമ്പോൾ നമ്മളെ നോക്കി കാണുന്ന ആൾക്കാരും ഉണ്ടാവും. നമുക്കാണെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിരിക്കും അത്. ഓക്കെ, ഇങ്ങനെ ഞാൻ തുടങ്ങിയത്, ഇങ്ങനെ ആയിരുന്നു, ഇവിടെ വരെ എത്തിയല്ലോ. ചില സമയത്ത് നമ്മൾ സ്റ്റക്ക് ആവത്തില്ലേ. ഇപ്പം പറയുകയാണെങ്കിൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം മുന്നേ ഞാൻ ആഗ്രഹിച്ച എല്ലാ സാധനവും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ആഗ്രഹങ്ങളില്ലാത്ത, പക്ഷെ നമ്മളിപ്പോൾ വിഷമിക്കുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഉള്ള ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ലോ എന്നാണ്. പക്ഷെ 2 വർഷം മുന്നേ നമ്മൾ ആഗ്രഹിച്ച എല്ലാം നമ്മുടെ ഇപ്പോൾ ഉണ്ട്. പലപ്പോഴും അത് അറിയാതെ പോകും. അപ്പം നമുക്ക് തന്നെ എടുത്തു വെച്ച് വേണേൽ നോക്കാം ഇവിടെ തുടങ്ങി, ഇവിടെ നിന്നാ വന്നത്. അതായത് പണ്ട് ഈ പറഞ്ഞ ഒരു 1000 രൂപ 10,000 രൂപ നമുക്ക് വലുതായിരുന്നു. ഇപ്പൊ മറ്റേ ലക്ഷങ്ങളൊക്കെയാണ് 10,000 ഇങ്ങനെ ആവും. അപ്പൊ അത് ഭയങ്കര നല്ലൊരു കാര്യം. അപ്പൊ അതുപോലെ കോണ്ടന്റ് ആണെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ എപ്പോഴും അടിപൊളി ഒരു കാര്യമാണ്. അത് ആരെയും ബോധിപ്പിക്കാനെ കാണിക്കാൻ അല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്തു പോകാൻ നല്ല രസമുള്ള ഒരു ഡോക്യുമെന്റ് ചെയ്യുക, നമ്മുടെ ഒരു ജേർണി ഇത് ചെയ്യുക. ഇപ്പൊ നാളെ നമ്മുടെ പിള്ളേർക്ക് വേണേൽ കാണാം, അല്ലെങ്കിൽ there will be a lot of people who look up to you. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ ഇതിന് ലൈവ് ഇടണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുറെ ലൈവ് കാണണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയണം, ആ ജേർണി അറിയണം എന്ന് പറയുന്നത്. അപ്പം
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പൊ ഞാനതാ പറയുന്നത്, ഇപ്പൊ ബിസിനസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഞാൻ നിങ്ങളോടൊക്കെ വന്ന് കഥ പറയുന്നതിന്റെ കാര്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യത്തില്ല, പിന്നെ ഞാൻ കഥ പറയത്തില്ല. ചെയ്യുവാണെങ്കിൽ ഞാൻ പിന്നെയും കഥ പറയും. ഞാൻ ചെയ്യാൻ എനിക്കിത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എന്താ വേണം പറയാം, അത് ഇത് പോരാ, ഇത് ശരിയാക്കണം, ഇത് നന്നാക്കണം. അപ്പൊ എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടം. അമലമായിട്ടൊക്കെ അടിയായിട്ടുണ്ട് ഞാൻ കണ്ടന്റ് ചെയ്യാത്തതിന്റെ പേര്. ഞാൻ ചെയ്യാൻ നോക്കി, പക്ഷെ എനിക്ക് മൈൻഡ് സമ്മതിക്കാനുള്ള. കാരണം ഇപ്പൊ ഈ പ്രശ്നം കൊണ്ടാണ് ഇതിന്നൊരു ഒരു പേ ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം കുറച്ചെങ്കിലും ഒരു ആശയം ഒരു പേ ഔട്ടിലും കിട്ടണം, അതുകൊണ്ടാണ് വരാത്തത്. ഇതൊക്കെ നമ്മൾ കണ്ടാക്കും. എന്തായാലും കമ്മ്യൂണിക്കേഷന്റെ ഒരു മുതൽക്കൂട്ടാവട്ടെ. എന്തായാലും നല്ല കാര്യം. ഓൾ ദി ബെസ്റ്റ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. പൊളിക്കണം. 25,000 നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. മില്ലിലേ നിൽക്കാവുള്ളൂ. അത്രേ ഉള്ളൂ. ഇന്ത്യയിലെ അലക്സ് ഫിക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ച് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടായിരുന്നു എൻക്വയറി അന്ന് ഞാൻ തന്നെ ആയിരുന്നു സംസാരിച്ചത്. ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ്ലൈൻ ബാച്ചിലെ ഫസ്റ്റ് ഫണ്ട് അക്കൗണ്ട് പാസ്സായത് അജിത്താണ്. സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ സ്ട്രാറ്റജിക്ക് വേണ്ടിയല്ല, ഞാൻ ഒരു ഡിസിപ്ലിൻ റിസ്ക് മാനേജ്മെന്റിന് വേണ്ടിയാണ് കോഴ്സ് എടുത്തത്. അത് മാത്രമേ മതി. പിന്നെ ഫണ്ട് അക്കൗണ്ട് എന്താണെന്നും ആ സെറ്റപ്പും അത് കറക്റ്റായിട്ട് കിട്ടി. അതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ പാസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അല്ലാണ്ട് എനിക്ക് ഒരു ഫണ്ട് അക്കൗണ്ട് ഓൾറെഡി ഇക്വിറ്റി ഹെഡ്ജെന്നുകൊണ്ട് ഒരു സാധനത്തിൻ്റെ എടുത്തുണ്ട്. പക്ഷെ അത് ഞാൻ കൊണ്ട് അതിൽ വെറുതെ ട്രേഡ് എടുത്തിട്ട് വിലപ്പെടുത്തി പോകും. ഞാൻ എക്സൽ വെക്കില്ല, TP വെക്കില്ല. ആ സെറ്റപ്പ് ഞാൻ അങ്ങോട്ട് പോകും. വെറുതെ കിട്ടണ്ടല്ലോ, നമ്മൾ നോക്കണ്ട. അത് ആ സെറ്റപ്പായിരുന്നു. ഇവിടെ വന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റി. സാറ് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാം മനസ്സിലായി. ഓൾറെഡി അറിയാം, എന്നാലും നമുക്ക് ഇത്തിരിയോടെയും ഒരു ഇത് കറക്റ്റായി സാധനം പാസ് ചെയ്ത് ഇവിടെ വന്നുകൊണ്ട് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ഇപ്പോൾ ഞാൻ QTയുടെ ഓൾറെഡി എനിക്ക് അറിയാമായിരുന്നു. QT ഇങ്ങനെ പെർഫോം ഉണ്ട്, റേറ്റ് കുറവാണ്. പക്ഷെ എടുക്കുന്നത് ഇവിടെ വന്ന് തീരുമാനിച്ച് എൻ്റെ ഇഷ്ടത്തിന് എടുത്താൽ സാറ് അത് 5 years എടുത്താമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും റേറ്റ് കുറവാണ്. പക്ഷേ എനിക്ക് സിറ്റുവേഷൻ അതുകൊണ്ട് ഞാൻ 25Kയുടെ ഇത് എടുത്തു. പക്ഷേ ഇവിടെ വന്നുകൊണ്ട് അത് പാസ്സാക്കാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കണ്ട പോലെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ട്രേഡ് എടുത്താൽ പ്രോപ്പറായിട്ട് കുറേ പഠിക്കാൻ തോന്നിയത് ആ ടൈമിലാണ്. ആ സമയത്ത് കുറേ അല്ലാണ്ട് കുറേ പഠിക്കണം, അങ്ങനെ ചെയ്യണം, പറ്റും, പേ ഔട്ട് കിട്ടും എന്നുള്ള വിശ്വാസം വന്നത് അതുകൊണ്ടാണ്. അല്ല ഇതിന് മുന്നൊന്നും അത്ര വിശ്വാസം ഉണ്ടായി. ഇന്ന് കിട്ടോ കിട്ടില്ലേ, കുറേ പേര് പറയുന്നുണ്ട് കിട്ടുന്നു, ചിലർ പറഞ്ഞ് കിട്ടില്ല, കുറേ പേര് പറയുന്നത് സ്കാം ആണെന്ന്. കറക്റ്റായിട്ട് ഇപ്പൊ റൂൾ ബേസ്ഡ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും. ഇത് എത്രാമത്തെ ചലഞ്ച് ആയിരുന്നു അത് ഇവിടെ വന്നിട്ട് എടുത്തത്? മനസ്സിലായില്ല. മീൻസ് എത്രാമത്തെ ചലഞ്ച് ആയിരുന്നു? ഫണ്ടിങ് ചലഞ്ച് ആയിരുന്നു? നാലാമത്തെയാണ് പാസ്സായത്. അതിന് മുന്നേ ഞാൻ വെറുതെ SLDP ആണ്. അത് ചെറിയ കാശിനാണ്. അത് വെറും 500 രൂപ 600 രൂപ കൊടുത്താൽ മതി. അത് എനിക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ അവരെ ഇടം കിട്ടിയതാ. പിന്നെ അങ്ങനെ ആ സെറ്റപ്പ് ഞാൻ വെറുതെ ട്രേഡ് എടുക്കും. അത് ഈ ജനുവരി സമയത്താണ്. ഞാൻ വെറുതെ എടുക്കും, ഇടും, അണ്ട് വിലപ്പെടുത്തി പോവും. കാരണം നമുക്ക് അങ്ങനത്തെ അക്കൗണ്ട് എടുത്തുന്ന് അറിയില്ല. അത് പോയാലും നമ്മ ഓർക്കില്ല, ചിലപ്പോൾ ഇട്ടിട്ട് പോവും. അണ്ട് വല്ലപ്പോഴും ചിലപ്പോൾ 2 ദിവസം എടുത്തു നോക്കുക. കാരണം അത് വെറുതെ ഒരു അറിയാൻ വേണ്ടി, എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയാൽ പ്രോപ്പറല്ല. പ്രോപ്പറായിട്ട് ഞാൻ ഇനി നമുക്ക് എടുക്കാൻ അങ്ങനത്തെ വെച്ച് ഗുണമുണ്ടോ ഇത് ഇല്ലാത്ത നമ്മൾ ടെസ്റ്റിംഗ് ആണ്. ഇതിനെങ്ങനെയാണ് ഡെയിലി ഡ്രോഡൗൺ, മാക്സിമം ഡ്രോഡൗൺ, ആ സെറ്റപ്പ് പറയാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത്. പക്ഷെ അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് തുടങ്ങി. പിന്നെ കുറേ അറിഞ്ഞു. 5 years ആണ്, 100 minutes ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഇത് അപ്പോഴും ഇത്ര രൂപ കൊടുത്ത് എടുത്തിട്ട് ഇത് കിട്ടോ, ഇതെങ്ങനെയാണ് എന്ന് അറിയാൻ സെറ്റപ്പായിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ അത് ചെയ്യാം, സെറ്റാണ് എന്നുള്ളത് കറക്റ്റായിട്ട് എടുത്ത് ഫസ്റ്റത്തേക്ക് ശരിക്കും പറഞ്ഞാൽ QT തന്നെ പറയാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് എടുത്ത് പറയാറ്റ്. എടുത്തു സിമ്പിളായിട്ട് എത്ര 11 ദിവസം കൊണ്ട് ഫസ്റ്റത്തെ വയസ്സ് പാസ്സായി. രണ്ടാമത്തെ 21 ദിവസം 20 ദിവസം ഉണ്ട്. 11 ദിവസം 11 ദിവസം അവിടെ കാണിച്ചത്. 10 ദിവസം ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത്തെ 20-21 ദിവസം എടുത്തു. ഏകദേശം ഒരു 1.5 മാസത്തിന്റെ അകത്ത് പാസ്സായി. 1.5 മാസം ഇപ്പോഴും ആയി. 15-ാം തീയതി 1.5 മാസം ആയതാ. 1 മാസം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറേ ദിവസം ട്രേഡ് എടുത്തിട്ടുണ്ടല്ലേ. ഫേസ് 1 കുറേ ട്രേഡ് എടുത്തുള്ള. ഫേസ് 2 കുറേ ട്രേഡ് എടുത്തില്ല. സാറ് അറിയാലോ. അന്ന് എൻ്റെ പാസ്സാവേണ്ടതാണ്. അന്ന് മുടി കെട്ടിന്ന് പറഞ്ഞ തിങ്കളാഴ്ച വിളിച്ചിട്ടുണ്ടായത്. തിങ്കളാഴ്ച ട്രേഡ് എടുത്ത് എങ്കിൽ തിങ്കളും ബുധനും വേഴം നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. പാസ്സായത് ഞാൻ അന്ന് തിങ്കളാഴ്ച എടുക്കാതുകൊണ്ട് എനിക്ക് ബുധനും വേഴം എനിക്ക് അങ്ങനെ എടുക്കാനും പറ്റിയില്ല, തോന്നിയില്ല ശരിക്കും. കാരണം എനിക്കത് ഭയങ്കര കുറ്റബോധം അടിച്ചു. കാരണം 3 ദിവസത്തെ ട്രേഡ് കൊണ്ട് പാസ്സാക്കേണ്ടതായിരുന്നു. കാരണം ഒക്കെ 1:2 മുകളിലാണ് അടിച്ചത് സാധനം. കഴിഞ്ഞ ആഴ്ച എനിക്ക് കഴിഞ്ഞ മുന്നത്തെ ആഴ്ചയും ഒരു 1:3 1:4 പോയിട്ടുണ്ട്. പിന്നെ ഡിസിപ്ലിൻ കുറച്ച് പോയിരുന്ന സമയത്ത്. പക്ഷേ റിസ്ക് കറക്റ്റ് ആയിരുന്നു. എന്നാലും ഞാൻ ഓവർ റിസ്ക്കും പിന്നെ പാസ്സാക്കണം എന്നുള്ള മൈൻഡ് വന്നുകൊണ്ട്
കുറെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഇത് ഇത്ര ഡിലേ ആയി, അല്ലെങ്കിൽ മുന്നേ പാസ്സാവുന്നത്. പിന്നെ ഇത് പാസ്സാക്കണം. പിന്നെ അന്ന് എന്തുറ്റാ സുബി സാറ് പറഞ്ഞായിരുന്നു, അന്ന് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് കിട്ടിയ സമയത്ത് സാറ് പറഞ്ഞു ഫേസ് ടു പാസ് ചെയ്ത ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ തന്നെ അത് എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് കൊടുത്തു. അപ്പോൾ അത് അതെനിക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനും കൂടിയിട്ടുള്ള ഇതാണ്. ഞാൻ എല്ലാ ദിവസവും ഉറങ്ങാണ്ട് അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് ആലോചിക്കും, ഇത്ര മതി, ഇത്ര കറക്റ്റായി നമുക്ക് പാസ്സാവും, പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ. പക്ഷേ ചില ദിവസങ്ങൾ പണി കിട്ടും. കറക്റ്റായിട്ട് വർക്കായി പാസ് ചെയ്യുന്ന ദിവസം പാസ്സായപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, കിട്ടുമോ ഉള്ള സെറ്റപ്പൊക്കെ ആയിരുന്നു. എന്തായാലും 2 ആഴ്ചക്കകത്ത് പേട്ടെടുക്കാൻ പറ്റട്ടെ. പറ്റും.